കോഴിക്കോട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നു വി ഡി സവർക്കറെ പുകഴ്ത്തിക്കൊണ്ട്. നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? വി ഡി സതീശൻ മുതൽ വി ഡി സവർക്കർ വരെ എന്ന് അല്ല. കാരണം വി ഡി സവർക്കർ മുതൽ വി ഡി സതീശൻ വരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSSന് വിടുപണി ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് UDF സർക്കാർ മാറിയിരിക്കുന്നു. PM ശ്രീയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ ഷാജി അറബിക്കടലിൽ നിന്നും തിരിച്ചെത്തിയില്ല എന്ന് തോന്നുന്നു. കാരണം കടൽ ക്ഷോഭിതമായതിനാൽ ആണോ എന്നുകൂടി വ്യക്തമാക്കണം. അതായത് കോഴിക്കോട് നടന്ന ഒരു ക്വിസ് മത്സരത്തിൽ കോഴിക്കോട് ഒരു അധ്യാപകന് ഒരു ചോദ്യം വിദ്യാർത്ഥികളിലേക്ക് ഉന്നയിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരുന്നത് വി ഡി സവർക്കർ. വിനായക് ദാമോദർ സവർക്കർ വേറൊരു സവിശേഷത കൂടിയുണ്ട്. അധ്യാപകനായിട്ടുള്ള അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തത് ഇതേ വി ഡി സവർക്കർ തന്നെയായിരുന്നു. ആ വി ഡി സവർക്കർ മാപ്പെഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹം മുൻപോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെയോ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയോ ഞങ്ങൾ സമരം ചെയ്യുകയില്ല, മറിച്ച് ബ്രിട്ടീഷ് നയങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്നുള്ളതും, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അതായത് സൈന്യത്തെ റിക്രൂട്ട് ചെയ്തതിൻ്റെ അകത്ത് ഈ വി ഡി സവർക്കറിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകളും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരം അടക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ വി ഡി സവർക്കർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വലിയ മഹാത്മ്യം പറയുമ്പോൾ, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുമ്പോൾ, ഏത് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്? അദ്ദേഹം ശ്രമിച്ചത് ഹിന്ദു മഹാസഭ വളർത്തുവാൻ വേണ്ടിയും അതേപോലെ തന്നെ 1920 രൂപം കൊണ്ട RSSനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയുമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ RSSനെ വളർത്തുവാനായിട്ടും ഹിന്ദു മഹാസഭയെ വളർത്തുവാനായിട്ടുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അല്ലാതെ നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രചോദനമോ അല്ല നൽകിയത്. ഇവിടെ ഒരു ഭിന്നിപ്പാണ്. അതായത് ഇസ്ലാം ഹിന്ദു ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് വി ഡി സവർക്കർ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അതായത് 1911 മുതൽ 1920 വരെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ ഇടയ്ക്ക് പലതവണ ഏറ്റവും കൂടുതൽ മാപ്പപേക്ഷ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തതും ബ്രിട്ടീഷ് രാജ്ഞിയുടെ അതായത് പക്കൽ ചെന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞതും മാപ്പപേക്ഷ എഴുതി കൊടുത്തുകൊണ്ട് നിരുപാധികം എന്നെ വിട്ടയക്കണം, ഞാൻ ബ്രിട്ടീഷുകാർക്കൊപ്പമാണെന്ന് പറഞ്ഞ രേഖകളും ഒക്കെ നമ്മുടെ JNU സർവകലാശാലയിൽ അടക്കം ഉണ്ട് എന്നുള്ളത് BJPയുടെയും RSSന്റെയും അല്ലെങ്കിൽ ഒക്കെ സുഹൃത്തുക്കള്, ചാണകം തലയിൽ പേര് നടക്കുന്ന സുഹൃത്തുക്കള് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. നിങ്ങൾ എത്രയൊക്കെ ചരിത്രത്തെ വളച്ചൊടിച്ച് വെള്ളപൂശാൻ ശ്രമിച്ചാലും, സ്വാതന്ത്ര്യ സമരത്തെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ഗാന്ധിജിയെയോ നെഹ്റുവിനെയോ സുഭാഷ് ചന്ദ്രബോസിനെയോ ഭഗത് സിംഗിനെയോ രാജ്ഗുരുവിനെയോ സുഖ്ദേവിനെയോ ഒക്കെ സരോജിനി നായിഡുവിനെ പോലെയുള്ള ആളുകളെ ഒക്കെ തന്നെയും നിങ്ങൾ ഈ ചരിത്രത്തിന്റെ ഭാഗത്തു നിന്ന് നീക്കാൻ ശ്രമിച്ചാലും ചരിത്രം ചരിത്രമല്ലാതാകില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി ഹിന്ദു മഹാസഭ വഴി ആളുകളെ റിക്രൂട്ട് ചെയ്ത് ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ചു എന്നുള്ള ഒരു ചരിത്രം കൂടി അറിയാതെ പോകരുത്. അത് നിങ്ങൾ മറന്നും പോകരുത്. കാരണം അങ്ങനെ ഒരു സവിശേഷത കൂടെ നിങ്ങൾക്കുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്ന് രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന സൈന്യത്തിലേക്ക് ഹിന്ദു മഹാസഭയെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തെ റിക്രൂട്ട് ചെയ്ത മഹാവ്യക്തിയാണ് വി ഡി സവർക്കർ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതിന് പിന്നീട് ഇവർ പറയുന്ന ലഘുവായിട്ടുള്ള വ്യാഖ്യാനം എന്താണെന്നറിയുമോ? അവർ പറയുന്നത് ബ്രിട്ടീഷ് തന്ത്രങ്ങളെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി പാദസേവ ചെയ്തതും ഷൂ നക്കിയതും അതേപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിപ്പാവാട കഴുകി കൊടുത്തതും. അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ അത് കാരണമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ, ഇന്ത്യയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിച്ചുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പുതിയ തലമുറയിലേക്ക് നിങ്ങളാണ് ദേശസ്നേഹികളെന്നും മറ്റുള്ളവരെല്ലാം ദേശവിരുദ്ധരാണെന്നും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തെ ഒരിക്കലും വില പോകില്ല എന്നുള്ളത് ചരിത്രമായി തന്നെ നിലനിൽക്കും. ഷൂ നക്കിയവരൊക്കെ ഷൂ നക്കിയവരായിട്ടും രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ആളുകളൊക്കെ ധീര ദേശാഭിമാനികളാണെന്നും ഞങ്ങൾ എന്നും ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും പോലെയുള്ള ആളുകളെ സ്മരിക്കുന്ന ആളുകളാണെന്നും നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. ചോദ്യം കൂടി, വി ഡി സതീശൻ അങ്ങ് അറിഞ്ഞില്ലയോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്? അതേപോലെ തന്നെ അറബിക്കടലിൽ എറിയാൻ പോകുന്ന PM ശ്രീ അറബിക്കടലിൽ എറിയാൻ പോകുന്ന വീരവാദം മുഴക്കിയ മന്ത്രി ഷാജി, നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു പരാമർശം നടത്തിയോ?
ഇപ്പോ PM ശ്രീ നല്ലതാണ്. അന്ന് PM ശ്രീ അറബിക്കടലിൽ എറിയുമായിരുന്നു. 4 കാശിന് വേണ്ടി സ്വന്തം ആളുകളെ സ്ഥാനത്ത് കയറാൻ വേണ്ടി എന്ത് തരത്തിലുള്ള വീരവാദവും മുഴക്കി തനിക്ക് ആ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ലെവലേശം ആത്മാഭിമാനം ഉള്ളവനാണെങ്കിൽ PM ശ്രീയെ അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഷാജി, നിങ്ങൾ അത് ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ആ VD സവർക്കറിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നു. എന്തേ നിങ്ങളുടെ നാക്കിറങ്ങിപ്പോയോ? VD സതീശനോട് എന്തായാലും ഞങ്ങൾ ചോദിക്കില്ല. കാരണം VD സതീശൻ എന്നത് VD സവർക്കർ മുതൽ VD സതീശൻ വരെ എന്നുള്ളത് ഏകദേശം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം പല നിയമനങ്ങളും നടത്തിയപ്പോഴും RSSന് വ്യക്തമായിട്ടുള്ള സ്വാധീനം നൽകി എന്നുള്ളതും RSSന് വ്യക്തമായിട്ടുള്ള പാരിതോഷികമായിട്ട് ആ സ്ഥാനങ്ങളൊക്കെ നൽകി എന്നുള്ളതും നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.